സ്രഷ്ടാവ് ആദ്യം മുതലേ അവരെ സ്ത്രീയും പുരുഷനുമായി സൃഷ്ടിച്ചു. മത്തായിയുടെ സുവിശേഷം 19-ാം അധ്യായം 4-ാം തിരുവചനം. ഈശോയെ ആണാക്കിയതിൽ ദൈവപിതാവിന് പല ഉദ്ദേശങ്ങളും കാണും. ദൈവത്തിൻ്റെ രക്ഷാകര പ്രവൃത്തി പൂർത്തിയാക്കാൻ നമ്മുടെ സമൂഹത്തിൽ ഒരു ആൺജന്മത്തിനായിരിക്കും സൗകര്യം. ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യാൻ സ്ത്രീ ശരീരത്തേക്കാൾ പുരുഷ ശരീരത്തിനായിരിക്കാം കഴിയുക. സ്ത്രീയും പുരുഷനും തമ്മിൽ ഒട്ടേറെ ശാരീരിക വ്യത്യാസങ്ങൾ ഉണ്ട്. ദൈവം അതെല്ലാം ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടിയാണ് ക്രമീകരിച്ചിരിക്കുന്നത്. ഒരു പെൺകുട്ടിക്കാണ് അമ്മയാകാനുള്ള കഴിവ് ദൈവം നൽകിയിരിക്കുന്നത്. ആൺകുട്ടിക്ക് അച്ഛനാകാനുള്ള കഴിവും. സ്ത്രീ ശരീരത്തിനുള്ളിൽ ഒരു ഗർഭപാത്രം സൃഷ്ടിച്ചാണ് ദൈവം അത് ക്രമീകരിച്ചിരിക്കുന്നത്. സ്വന്തം കഴിവുകളെ അംഗീകരിക്കാനും സാധ്യതകളെ മനസ്സിലാക്കാനും ഞങ്ങളെ സഹായിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനത്തിൽ വിശ്വസിക്കുക, വചനമനുസരിച്ച് ജീവിക്കുക. സർവശക്തനായ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. വചനം ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഓക്കെ, താങ്ക് യു, ബൈ.